ഭഗവാൻ ശ്രീ ആദിശങ്കരാചാര്യർ രചിച്ച നിർവാണ മഞ്ജരി എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. അദ്വയ ബ്രഹ്മത്തിൽ മായയുടെ ആരോപമാണ് ജഗത്ത്. ആ നിലയിൽ ബ്രഹ്മം ഒരു വീക്ഷണഗതിയിൽ ജഗത്തിന് ആശ്രയമാണ്, മറ്റൊരു വീക്ഷണഗതിയിൽ ജഗത്തിന് ആശ്രയമല്ല. ഇക്കാര്യമാണ് 8ാം പദ്യത്തിൽ വിവരിക്കുന്നത്. യദാസീദ്വിലാസാദ്വികാരം ജഗദ്ദൃക് വികാരാശ്രയം നാദ്വിതീയത്വത സ്യാത് മനോബുദ്ധിചിത്താഹമാകാരവൃത്തിപ്രവൃത്തിര്യത സ്യാത്തദേവാഹമസ്മി. യദ്വിലാസാത്, ഏതൊന്നിൻ്റെ മായാവിലാസം നിമിത്തമാണോ വികാരം ആസീത്, ജഗത്തെന്ന വികാരം ഉണ്ടായത്, അദ്വിതീയത്വത, രണ്ടില്ലാത്ത പരമകാരണമായതുകൊണ്ട്, ജഗത് യദ്വികാരാശ്രയം ന സ്യാത്, ജഗത്ത് ഏതൊന്നിൻ്റെ വികാരത്തെ ആശ്രയിക്കുന്നില്ലയോ, മനോബുദ്ധി ചിത്താഹമാകാരവൃത്തി പ്രവൃത്തി, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ സങ്കല്പരൂപങ്ങളുടെ തോന്നൽ യതഃ സ്യാത്, ഏതൊരു ബോധസ്വരൂപത്തിൽ സംഭവിക്കുന്നുവോ, തദേവ, അതുതന്നെയാണ്, അഹമസ്മി, ഞാൻ തന്നെ. ഏതൊന്നിൻ്റെ മായാവിലാസം നിമിത്തമാണോ ജഗത്തെന്ന വികാരമുണ്ടായത്, രണ്ടില്ലാത്ത പരമകാരണമായതുകൊണ്ട് ജഗത്ത് ഏതൊന്നിൻ്റെ വികാരത്തെ ആശ്രയിക്കുന്നില്ലയോ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ സങ്കല്പരൂപങ്ങളുടെ തോന്നൽ ഏതൊരു ബോധസ്വരൂപത്തിൽ സംഭവിക്കുന്നുവോ അതുതന്നെയാണ് ഞാൻ. തദേവാഹമസ്മി, ആ ബോധസ്വരൂപം തന്നെയാണ് ഞാൻ. ഏതു ബോധസ്വരൂപം? ഏതിൽ നിന്ന് സങ്കല്പരൂപത്തിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ അന്തഃകരണ ഘടകങ്ങൾ ആവിർഭവിക്കുന്നുവോ ആ ബോധം. വൃത്തിപദത്തിന് സങ്കല്പം എന്നാണ് അർത്ഥം. ബോധത്തിൽ നിന്നും സങ്കല്പങ്ങളുടെ ഫലമായി പ്രപഞ്ച അനുഭവം, ഇതാണ് ക്രമം. ബോധത്തിൽ സ്വയം പൊന്തി മറയുന്ന അദ്ഭുത പ്രതിഭാസങ്ങളാണ് സങ്കല്പങ്ങൾ. പ്രപഞ്ചഭ്രമം ഉളവാക്കി ക്ലേശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ഇവയ്ക്ക് കാര്യമായ പ്രയോജനം ഒന്നും കാണുന്നില്ല. മായയുടെ ആദ്യത്തെ പ്രകടരൂപങ്ങളാണ് സങ്കല്പങ്ങൾ. യുക്തിയൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇവ ഭ്രമരൂപങ്ങളാണെന്ന് തീരുമാനിക്കപ്പെടുന്നു. ബോധത്തിൻ്റെ ആനന്ദസ്വരൂപത്തെ മറച്ചു കളയുന്നത് ഈ സങ്കല്പഭ്രമങ്ങളാണ്. സങ്കല്പമറ മാറിയാൽ ബോധം ശുദ്ധാനന്ദരൂപത്തിൽ തെളിയും. അങ്ങനെ തെളിയുന്നതോടെ ബോധത്തിന് സങ്കല്പങ്ങളുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമാകുന്നു. മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ് ബോധത്തിലെ സങ്കല്പങ്ങൾ. അടുത്തു ചെന്ന് നോക്കിയാൽ കാനൽ ജലം ഇല്ലെന്ന് തെളിയും. ഇല്ലാത്ത കാനൽ ജലവുമായി മരുഭൂമിക്ക് ബന്ധവുമില്ലെന്ന് സ്പഷ്ടമാവുകയും ചെയ്യും. ഇതുതന്നെയാണ് സങ്കല്പങ്ങളുടെയും കഥ. സങ്കല്പങ്ങൾ അനുഭവപ്പെടുമ്പോൾ ബ്രഹ്മം അവയ്ക്കാശ്രയമാണെന്ന് തോന്നും. സങ്കല്പങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ ബോധരൂപമായ ബ്രഹ്മത്തിന് അവയുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലെന്ന് തെളിയും. അതുകൊണ്ടാണ് ഒരു വീക്ഷണഗതിയിൽ സങ്കല്പം ഉൾപ്പെടെയുള്ള ജഗത്തിന് ബ്രഹ്മം ആശ്രയമെന്ന് തോന്നാമെന്നും മറ്റൊരു വീക്ഷണഗതിയിൽ ബ്രഹ്മം ആശ്രയമല്ലെന്നും പ്രസ്താവിച്ചിരിക്കുന്നത്. ബ്രഹ്മം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ്. പരമകാരണം ഏകവും രണ്ടില്ലാത്തതും അജവും അമരവും നിർവികാരവുമായിരുന്നേ പറ്റൂ. അങ്ങനെയുള്ള പരമകാരണത്തിൽ നിന്നും യഥാർത്ഥത്തിൽ പുതുതായി ഒന്നിനുമുണ്ടാകാനേ സാധ്യമല്ല. മായയെ അംഗീകരിക്കാതെ പരമകാരണത്തിൽ നിന്നും സൃഷ്ടി വെളിപ്പെടുത്താനേ സാധ്യമല്ല. ഇക്കാര്യമാണ് രണ്ടില്ലാത്തതുകൊണ്ട് ജഗദ്വികാരത്തിനാശ്രയം ബോധമാണെന്ന് പറയാൻ സാധ്യമല്ലെന്ന് പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രപഞ്ചനാനാത്വം മായാബ്രഹ്മമാണെന്ന് വന്നാൽ അതനുഭവപ്പെടുമ്പോൾ അതിനാശ്രയം ബ്രഹ്മമാണെന്ന് പറയാം.
അടുത്തു ചെന്ന് വസ്തുവിനെ കണ്ട് ഭ്രമമകലുമ്പോൾ വസ്തു അതിനാശ്രയമേ അല്ലെന്നും പറയാം. ഇങ്ങനെ ഒരു ഇന്ദ്രജാലികനെപ്പോലെ പ്രപഞ്ചലീല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബോധസ്വരൂപനായ ബ്രഹ്മം തന്നെയാണ് ഞാനെന്ന് ഒരാത്മജിജ്ഞാസു നിരന്തരം മനനം ചെയ്തറിയേണ്ടതാണ്. ഇതൊക്കെയാണ് വസ്തുതയെങ്കിൽ പരമകാരണമായ ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ഇക്കാര്യമാണ് ഇനി വെളിപ്പെടുത്തുന്നത്. യദന്തർബഹിർവ്യാപകം നിത്യശുദ്ധം യദേകം സദാ സച്ചിദാനന്ദകന്ദം യതസ്ഥൂലസൂക്ഷ്മപ്രപഞ്ചസ്യ ഭാനം യതസ്തത്പ്രസൂതിസ്തദേവാഹമസ്മി. യത് അന്തർബഹിർവ്യാപകം, ഏതൊരു ബോധസത്യമാണോ അകത്തും പുറത്തും സർവത്ര നിറഞ്ഞു നിൽക്കുന്നത്, നിത്യശുദ്ധം, ഒരു കളങ്കവും പുരളാതെ നിത്യനിർമ്മലമായി വിലസുന്നത്, യത് ഏകം, ഏതൊന്നാണോ ഒന്നു മാത്രമായിട്ടുള്ളത്, സദാ സച്ചിദാനന്ദകന്ദം, സദാ സത്ത് ചിത്ത് ആനന്ദം എന്നിവയ്ക്ക് ഇരിപ്പിടമായി വർത്തിക്കുന്നത്, യതഃ സ്ഥൂലസൂക്ഷ്മ പ്രപഞ്ചസ്യ ഭാനം, ഏതിൽ നിന്നാണോ സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രപഞ്ചം സദാ ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത്, യതഃ തത് പ്രസൂതിഹി, ഏതിൽ നിന്നാണോ ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, തദേവ അഹമസ്മി, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഏതൊരു ബോധസത്യമാണോ അകത്തും പുറത്തും സർവത്ര നിറഞ്ഞു നിൽക്കുന്നത്, ഒരു കളങ്കവും പുരളാതെ നിത്യനിർമ്മലമായി വിലസുന്നത്, ഏതൊന്നാണോ ഒന്നു മാത്രമായിട്ടുള്ളത്, സദാ സത്ത് ചിത്ത് ആനന്ദം എന്നിവയ്ക്കിരിപ്പിടമായി വർത്തിക്കുന്നത്, ഏതിൽ നിന്നാണോ സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രപഞ്ചം സദാ ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത്, ഏതിൽ നിന്നാണോ ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. തദേവാഹമസ്മി, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഏതു ബ്രഹ്മം? പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മം. പരമകാരണത്തെ കണ്ടെത്തുന്നതുവരെ പ്രപഞ്ചരഹസ്യം ഒരു ചിന്തകനും പിടികിട്ടുന്നതല്ല. ഭാരതത്തിലെ ഉപനിഷത്തുക്കൾ ആ പരമകാരണത്തെ പണ്ടുപണ്ടേ സുവ്യക്തം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ പരമകാരണ സ്വരൂപം? സത്ത് ചിത്ത് ആനന്ദം എന്നിവയാണ് പരമകാരണ സ്വരൂപം. ഉണ്ട് എന്ന അനുഭവമാണ് സത്ത്. ആ അനുഭവത്തോടു കൂടിയ ഒരേ ഒരു വസ്തു ബോധം മാത്രമാണ്. അതുകൊണ്ട് സത്തും ചിത്തും ഒന്നു തന്നെ. ബോധമാണ് ചിത്ത്. ശുദ്ധമായ ബോധത്തിൻ്റെ സ്വരൂപമാണ് ആനന്ദം. ശുദ്ധമായ ബോധത്തിൻ്റെ സ്വരൂപമാണ് ആനന്ദം. അതുകൊണ്ട് സത്തും ചിത്തും ഒന്നു തന്നെ, ആനന്ദവും ഒന്നു തന്നെ. സച്ചിദാനന്ദ സ്വരൂപമായ ഈ പരമകാരണത്തിന് ഉപനിഷത്തുക്കൾ ബ്രഹ്മമെന്ന് പേര് നൽകിയിരിക്കുന്നു. പ്രപഞ്ചമായി പെരുകി കാണപ്പെടുന്ന പരമകാരണം എന്നാണ് ബ്രഹ്മപദ താത്പര്യം. പ്രപഞ്ചനാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് അതൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നു മാത്രം, രണ്ടില്ലാത്തത് എന്നാണ് ശ്രുതി വിവരിക്കുന്നത്. ഒന്നു മാത്രമായതുകൊണ്ട് അത് നിത്യനിർമ്മലമായിരുന്നു. പരമകാരണമായതുകൊണ്ട് ഇന്ന് കാര്യരൂപങ്ങളായി കാണപ്പെടുന്ന എല്ലാറ്റിൻ്റെയും അകവും പുറവും നിറഞ്ഞ് ആ സത്യം കൂടികൊള്ളുന്നു. സർവവ്യാപിയായതുകൊണ്ട് തന്നെ ആ സത്യമല്ലാതെ മറ്റൊന്നുണ്ടാകാനേ സാധ്യമല്ല. തടിച്ചു പെരുകി സ്ഥൂലമായി പുറമേ കാണപ്പെടുന്നതും സങ്കല്പരൂപത്തിൽ സൂക്ഷ്മമായി അനുഭവപ്പെടുന്നതുമായ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും മരുഭൂമിയിൽ കാനൽ ജലം കാണപ്പെടുന്നത് പോലെ അതിലുണ്ടെന്നു തോന്നുന്ന കാഴ്ചകളാണ്. അതായത് സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ബ്രഹ്മത്തിലെ വിവർത്തകാര്യങ്ങളാണ്. സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ബ്രഹ്മത്തിലെ വിവർത്തകാര്യങ്ങളാണ്. കാരണത്തിന് ചലനമോ മാറ്റമോ സംഭവിക്കാതെ അതിലുണ്ടെന്ന് തോന്നുന്ന കാര്യമാണ് വിവർത്തകാര്യം. മരുഭൂമിയിലെ കാനൽ ജലമാണ് ദൃഷ്ടാന്തം. പരമകാരണത്തിൽ നിന്നുള്ള പ്രപഞ്ച സൃഷ്ടി വിവർത്തമായിട്ടല്ലാതെ മറ്റൊരു തരത്തിലും സംഭവിക്കാനേ സാധ്യമല്ല. വിവർത്ത രൂപത്തിൽ ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടി എന്നു കരുതാം. ചുരുക്കത്തിൽ സൃഷ്ടിക്കു മുമ്പും സൃഷ്ടിക്ക് ശേഷവും ബ്രഹ്മമല്ലാതെ മറ്റൊരു വസ്തു നിലവിലില്ല. ഇനി സങ്കല്പം ശമിച്ച് നാനാത്വഭ്രമം മാറിയാൽ ശുദ്ധരൂപത്തിൽ ആനന്ദബോധ രൂപമായ ബ്രഹ്മം അവശേഷിക്കുകയും ചെയ്യും. തന്നിൽ തന്നെ ആത്മാവായി വർത്തിക്കുന്നത്
ഈ ബ്രഹ്മമാണെന്ന് ഒരു സത്യാന്വേഷി സദാ മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. എല്ലാ വെളിച്ചങ്ങളുടെയും വെളിച്ചമാണ് ബ്രഹ്മം. ബ്രഹ്മത്തിലെ അതിതുച്ഛമായ ഒരു ഭ്രമം മാത്രമാണ് ജഗത്ത്. ഇക്കാര്യമാണ് ഇനി പ്രതിപാദിക്കുന്നത്. 10-ാം പദ്യം. യദർക്കേന്ദു വിദ്യുത് പ്രഭാജാലമാല വിലാസാസ്പദം യത് സ്വഭേദാദിശൂന്യം സമസ്തം ജഗദ്യസ്യ പാദാത്മകം സ്യാദ്യതഃ ശക്തിഭാനം തദേവാഹമസ്മി. യത് അർക്കേന്ദു വിദ്യുത് പ്രഭാജാലമാല വിലാസാസ്പദം. ഏതൊന്നാണോ സൂര്യൻ, ചന്ദ്രൻ, മിന്നൽ പിണർ തുടങ്ങി പ്രകാശക്കൂട്ടങ്ങളുടെ നിര പരക്കുന്നതിന് കാരണമായി വിളങ്ങുന്നവൻ, സ്വഭേദാദിശൂന്യം, സ്വഗതഭേദം, സജാതീയഭേദം, വിജാതീയഭേദം തുടങ്ങിയ ഭേദങ്ങളിലൊന്നും സ്പർശിക്കാത്തവൻ, യസ്യ പാദാത്മകം, ഏതൊരുവൻ്റെ നാലിലൊന്നു മാത്രമാണോ, സമസ്തം ജഗത് സ്യാത്, സമസ്ത ജഗത്തുമായി അറിയപ്പെടുന്നത്, അങ്ങനെയുള്ളവൻ, യതഃ ശക്തിഭാനം, ഏതൊന്നിൽ നിന്നാണോ സകല ശക്തികളും രൂപം കൊള്ളുന്നത്, അങ്ങനെയുള്ളവനുമായ, തദേവ, ആ ബ്രഹ്മം തന്നെയാണ്, അഹമസ്മി, ഞാൻ. ഏതൊന്നാണോ സൂര്യൻ, ചന്ദ്രൻ, മിന്നൽ പിണർ തുടങ്ങിയ പ്രകാശക്കൂട്ടങ്ങളുടെ നിര പരക്കുന്നതിന് കാരണമായി വിളങ്ങുന്നവൻ, സ്വഗതഭേദം, സജാതീയഭേദം, വിജാതീയഭേദം തുടങ്ങിയ ഭേദങ്ങളൊന്നും സ്പർശിക്കാത്തവൻ, ഏതൊരുവൻ്റെ നാലിലൊന്നു മാത്രമാണോ സമസ്ത ജഗത്തുമായി അറിയപ്പെടുന്നത്, അങ്ങനെയുള്ളവൻ, ഏതൊന്നിൽ നിന്നാണോ സകല ശക്തികളും രൂപം കൊള്ളുന്നത്, അങ്ങനെയുള്ളവനുമായ ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. തദേവാഹമസ്മി, അങ്ങനെയുള്ള ബ്രഹ്മം തന്നെയാണ് ഞാൻ. എങ്ങനെയുള്ള? ലോകത്തു കാണപ്പെടുന്ന സകല ശക്തികൾക്കും ഉറവിടമായിട്ടുള്ള ബ്രഹ്മം. ജഗത്തിൻ്റെ പരമകാരണമാണ് ബോധസ്വരൂപമായ ബ്രഹ്മം. അപ്പോൾ കാര്യരൂപങ്ങളായ പ്രപഞ്ചദൃശ്യങ്ങളിൽ ഏതിനൊക്കെ എന്തൊക്കെ ശക്തി കാണപ്പെടുന്നുണ്ടോ അതൊക്കെ കാരണത്തിൻ്റെ ശക്തിയാണെന്ന് തീർച്ചയാണല്ലോ. അഗ്നിയുടെ ജ്വലനശക്തി, വായുവിൻ്റെ ചലനശക്തി, വെള്ളത്തിൻ്റെ ദ്രവശക്തി, ഭൂമിയുടെ കാഠിന്യശക്തി, ആകാശത്തിൻ്റെ ശൂന്യശക്തി തുടങ്ങിയ എല്ലാ ശക്തികളും ബ്രഹ്മത്തിൻ്റെ ശക്തികൾ തന്നെയാണ്. പഞ്ചഭൂതശക്തികളിൽ കൂടി ജഗദൃശ്യങ്ങളുടെ മുഴുവൻ ശക്തികളും സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. ഒരു വസ്തുവിൽ 3 തരം ഭേദങ്ങളാണ് സംഭവിക്കാൻ സാധ്യത. ഒന്നാമത്തേത് സ്വഗതഭേദം. ഒരു മരത്തിൽ കൊമ്പുകൾക്കും ഇലകൾക്കുമൊക്കെ ഭേദമാണ് സ്വഗതഭേദം. ഒരു മരത്തിൽ കൊമ്പുകൾക്കും ഇലകൾക്കുമൊക്കെയുള്ള ഭേദമാണ് സ്വഗതഭേദം. രണ്ടാമത്തേത് സജാതീയ ഭേദമാണ്. ഒരു മരത്തിന് മറ്റൊരു മരത്തോടുള്ള ഭേദമാണ് സജാതീയ ഭേദം. വിജാതീയ ഭേദമാണ് മൂന്നാമത്തേത്. ഒരു മരത്തിന് കല്ലിനോട് സംഭവിക്കാവുന്ന ഭേദമാണ് വിജാതീയ ഭേദം. സർവത്ര അഖണ്ഡബോധരൂപമായി വിലസുന്ന ബ്രഹ്മത്തിൽ ഈ സ്വഗത ഭേദ തുടങ്ങിയവയ്ക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെയുള്ള അദ്വയ ബ്രഹ്മത്തിൻ്റെ 4 ഭാഗത്തു മാത്രമേ പ്രപഞ്ചഭ്രമമുള്ളൂ എന്നാണ് ശ്രുതി ഘോഷിക്കുന്നത്. 4 ഭാഗവും ശുദ്ധമായി ദിവ്യമായി അനുഭവരൂപമായി വിളങ്ങുന്നു. സൂര്യചന്ദ്രാദിപ്രഭാപൂരങ്ങൾ പോലും അവയുടെ ഉള്ളിൽ ബോധരൂപമായ ബ്രഹ്മം കടന്നു നിൽക്കുന്നത് കൊണ്ടാണ് പ്രകാശിക്കുന്നത്. ബോധസത്യമില്ലെങ്കിൽ അവയൊന്നും ഉള്ളതായി പോലും ഭവിക്കുകയില്ല. പിന്നെയാണോ അവയ്ക്ക് പ്രകാശിക്കാൻ കഴിയുക? ഉണ്ട് എന്ന ബോധാനുഭവത്തെ പിന്തുടർന്നാണ് അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ ഉള്ളവയായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ബ്രഹ്മം ജഗത്തിൻ്റെ പരമകാരണമായതുകൊണ്ട് അതല്ലാതെ മറ്റൊന്നും കാര്യരൂപമായി പ്രകാശിക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് സത്യജിജ്ഞാസു ഉൾപ്പെടെ എല്ലാം ബ്രഹ്മം തന്നെയെന്ന് മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. അദ്വയ ബ്രഹ്മത്തെ മനനം ചെയ്തുറപ്പിക്കുന്നതോടെ എല്ലാ ഭയങ്ങളും അകന്നുകിട്ടുന്നു എന്നാണ് അടുത്ത പദ്യം വിവരിക്കുന്നത്. യതഃ കാലമൃത്യുർബിഭേദി പ്രകാമം യതശ്ചിത്തബുദ്ധീന്ദ്രിയാണാം വിലാസഃ ഹരിബ്രഹ്മരുദ്രേന്ദ്ര ചന്ദ്രാദിനാമ പ്രകാശോ യതസ്യാത് തദേവാഹമസ്മി. യതഃ കാലമൃത്യു, ഏതിനെയാണോ കാലവും മരണവും പ്രകാമം വിഭേദി അത്യന്തം ഭയപ്പെടുന്നത്, യതഃ ചിത്തബുദ്ധീന്ദ്രിയാണാം വിലാസഃ, ഏതിൽ നിന്നാണോ ചിത്തം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ എന്നിവ പ്രകടമായി പ്രവർത്തിക്കുന്നത്, യതഃ
ഹരിബ്രഹ്മ രുദ്രേന്ദ്ര ചന്ദ്രാദി നാമപ്രകാശ സ്യാത്. ഏതിൽ നിന്നാണോ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ തുടങ്ങിയ നാമരൂപങ്ങൾ വേർതിരിയുന്നത്, തത് ഏവ അഹമസ്മി, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഏതിനെയാണോ കാലവും മരണവും അത്യന്തം ഭയപ്പെടുന്നത്, ഏതിൽ നിന്നാണോ ചിത്തം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ എന്നിവ പ്രകടമായി പ്രവർത്തിക്കുന്നത്, ഏതിൽ നിന്നാണോ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ തുടങ്ങിയ നാമരൂപങ്ങൾ വേർതിരിയുന്നത്, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. തദേവാഹമസ്മി, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്. ഏതു ബ്രഹ്മം? സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായ പ്രപഞ്ചനാമരൂപങ്ങൾ ഏതിൽ നിന്നും വേർതിരിയുന്നുവോ ആ ബ്രഹ്മം. പ്രപഞ്ചമായി കാണപ്പെടുന്ന കാഴ്ചയിൽ മൂന്ന് ഘടകങ്ങളാണുള്ളവ: ബോധരൂപമായ വസ്തു, അതിൽ വേർതിരിയുന്ന നാമങ്ങൾ, രൂപങ്ങൾ എന്നിവ. അനേകം ആഭരണങ്ങൾ നിരന്നിരിക്കുന്നിടത്തെന്ന പോലെ സ്വർണമെന്ന വസ്തു, അവയിൽ വള, മാല എന്നിങ്ങനെ വേർതിരിയുന്ന നാമങ്ങളും രൂപങ്ങളും. ഇവിടെ സ്വർണം സത്യം, നാമങ്ങളും രൂപങ്ങളും അതിലെ മായാഭ്രമദൃശ്യങ്ങൾ. ലേശം പോലും വസ്തുഭേദമില്ലാതെ പലതിൻ്റെ തോന്നൽ ഉളവാക്കുന്നവയായതുകൊണ്ടാണ് നാമങ്ങളെയും രൂപങ്ങളെയും ഭ്രമദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ പ്രപഞ്ചത്തിലും ബോധം സത്യം, നാമങ്ങളും രൂപങ്ങളും മായാഭ്രമദൃശ്യങ്ങൾ. സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമെന്ന് വേർതിരിക്കാവുന്നവയാണ് പ്രപഞ്ചത്തിലെ നാമരൂപങ്ങൾ. സങ്കല്പരൂപത്തിൽ കാണപ്പെടുന്ന ചിത്തം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ എന്നിവയാണ് സൂക്ഷ്മനാമരൂപങ്ങൾ. പുറമേ ഉള്ളവയായിത്തീരുന്ന ത്രിമൂർത്തികൾ മുതൽ അമീബ വരെയുള്ള കാഴ്ചകളാണ് സ്ഥൂലങ്ങളായ നാമരൂപങ്ങൾ. പുതിയ നാമവും രൂപവും പ്രകടമാകുന്നതാണ് ജനനം. പഴയ നാമവും രൂപവും വിട്ടുപോകുന്നതാണ് മരണം. കാലഗണനയിൽ ആണ് ഇവ സംഭവിക്കുന്നത്. വളയും മാലയുമൊക്കെ തൽക്കാല നാമരൂപങ്ങൾ ഉപേക്ഷിച്ച് പുതിയ മോതിരമോ തളയോ ഒക്കെയായി മാറുന്നത് പോലെ ഇങ്ങനെ എത്രയെത്ര നാമരൂപങ്ങൾ മാറി മാറി വന്നാലും സ്വർണത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ കാലവും ജനന മരണങ്ങളും നാമരൂപങ്ങളെ മാത്രമാണ് മാറ്റിമറിക്കുന്നത്. വസ്തുസത്യത്തെ അവ സ്പർശിക്കുന്നതേയില്ല. പ്രപഞ്ചത്തിലും ത്രിമൂർത്തികൾ മുതൽ അമീബ വരെയുള്ള നാമരൂപങ്ങൾ കാലമുണ്ടാക്കുന്ന ജനന മരണ ഭ്രമങ്ങളോട് കൂടിയവയാണ്. വസ്തുസത്യമായ ബോധത്തിന് അതുകൊണ്ടൊന്നും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ബോധരൂപമായ ബ്രഹ്മം അങ്ങനെ ജനന മരണങ്ങളെയും ദേശകാലങ്ങളെയും അതിക്രമിച്ചു നിൽക്കുന്ന സത്യമാണെന്ന് താൽപ്പര്യം. ഈ നിലയിൽ ആ അദ്വയ സത്യത്തെ അറിയുന്നയാൾക്ക് ജീവിതത്തിൽ പിന്നെ ഒരു ഭയത്തിനും പ്രസക്തിയില്ല. അദ്വൈത സത്യത്തിൽ എല്ലാ ഭയങ്ങളും കെട്ടടങ്ങുന്നു. അതുകൊണ്ട് ആ സത്യത്തിന് അഭയം എന്നാണ് സത്യദർശികൾ പേരിട്ടിരിക്കുന്നത്. രണ്ടുണ്ടെന്ന് തോന്നുന്നിടത്താണ് രാഗദ്വേഷങ്ങളും ഭയവും ആരംഭിക്കുന്നത്. അതുകൊണ്ട് ജീവിത ഭയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സത്യജിജ്ഞാസു സദാ അദ്വൈത ബ്രഹ്മത്തെ മനന നിധിധ്യാസനങ്ങളിലൂടെ അനുസന്ധാനം ചെയ്ത് അനുഭവിക്കേണ്ടതാണ്. രണ്ടിൻ്റെ തോന്നൽ പൂർണ്ണമായി അസ്തമിക്കുന്ന അദ്വൈത ബ്രഹ്മസത്യം ആർക്കും ഉള്ളിൽ ഭാവന ചെയ്ത് കണ്ടെത്താൻ കഴിയുമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആചാര്യർ കൃതി ഉപസംഹരിക്കുന്നു. യദാകാശവത് സർവഗം ശാന്തരൂപം പരം ജ്യോതിരാകാശശൂന്യം വരേണ്യം യദാദ്യന്തശൂന്യം പരം ശങ്കരാഖ്യം യദന്തർവിഭാവ്യം തദേവാഹമസ്മി. യത് ആകാശവത് സർവഗം, ഏതൊന്നാണോ ആകാശം പോലെ സർവവ്യാപിയും, ശാന്തരൂപം ശാന്തരൂപത്തോടു കൂടിയതും, പരം ജ്യോതി വെളിച്ചങ്ങളുടെ എല്ലാം വെളിച്ചവും, ആകാരശൂന്യം രൂപമൊന്നുമില്ലാത്തതും, വരേണ്യം ദിവ്യവും, യത് ആദ്യന്തശൂന്യം ഏതൊന്നാണോ ആദിയും അന്തവുമില്ലാത്തതും, പരം ശങ്കരാഖ്യം പരമകാരണമായി ശിവനാമത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നതും, യത് അന്തർവിഭാവ്യം ഏതൊന്നാണോ അവനവൻ്റെ ഉള്ളിൽ ഭാവന ചെയ്ത് കണ്ടെത്തേണ്ടതായിട്ടുള്ളതുമായി വർത്തിക്കുന്നത്, തദേവ അഹമസ്മി. അഖണ്ഡബോധരൂപമായ ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഏതൊന്നാണോ ആകാശം പോലെ സർവവ്യാപിയും ശാന്തരൂപത്തോടു കൂടിയതും, വെളിച്ചങ്ങളുടെയെല്ലാം വെളിച്ചവും, രൂപമൊന്നുമില്ലാത്തതും, ദിവ്യവും, ഏതൊന്നാണോ ആദിയും അന്തവുമില്ലാത്തതും,
പരമകാരണമായി ശിവനാമത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നതും ഏതൊന്നാണോ അവനവൻ്റെ ഉള്ളിൽ ഭാവന ചെയ്ത് കണ്ടെത്തേണ്ടതായിട്ടുള്ളതുമായി വർത്തിക്കുന്നത് അഖണ്ഡബോധരൂപമായ ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. തദേവാഹമസ്മി. അഖണ്ഡബോധരൂപമായ ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഏത് ബ്രഹ്മം? ആർക്കും അവനവൻ്റെ ഉള്ളിൽ പൂർണ്ണമായി കണ്ടെത്തി അനുഭവിക്കാവുന്ന ബ്രഹ്മം. എല്ലാവരുടെയും ഉള്ളിൽ ഞാനുണ്ട് എന്നിങ്ങനെ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവൻ ആ ബ്രഹ്മം തന്നെയാണ്. എന്നാൽ അതിൻ്റെ പൂർണ്ണരൂപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഭേദചിന്തകളും അവയുടെ ഫലമായുണ്ടാകുന്ന രാഗദ്വേഷങ്ങളുമാണ് ആ സത്യത്തെ മറച്ചിരിക്കുന്നത്. ഉള്ളിൽ അദ്വൈതം ഭാവന ചെയ്ത് രാഗദ്വേഷങ്ങൾ അകറ്റുന്നയാൾ ഉള്ളിൽ അദ്വൈതം ഭാവന ചെയ്ത് രാഗദ്വേഷങ്ങൾ അകറ്റുന്നയാൾക്ക് മറമാറി സൂര്യതുല്യം ആ സത്യം തെളിയും. എങ്ങനെ തെളിയും? മംഗളസ്വരൂപമായി തെളിയും. ശം എന്ന പദത്തിന് സുഖം അഥവാ മംഗളം എന്നാണ് അർത്ഥം. ശം തന്നെ ശിവം. ആ സത്യം മംഗളസ്വരൂപമായതുകൊണ്ട് സത്യവേദികൾ അതിനെ ശങ്കരൻ എന്നും ശിവനെന്നും വിളിച്ചു പോരുന്നു. അത് പരമമാണ്, അതായത് ജഗത്തിൻ്റെ പരമകാരണമാണ്. അതുകൊണ്ടുതന്നെ ആദിയോ അന്തമോ ഇല്ലാത്ത അനന്ത സത്യമാണത്. അതനുഭവിച്ചറിയുന്നതോടെ ജീവിതം സർവഥാ ധന്യമായിത്തീരുന്നു. അതുകൊണ്ട് അത് വരേണ്യം അഥവാ ദിവ്യമാണ്. അത് ശുദ്ധബോധമായതുകൊണ്ട് അതിന് രൂപമൊന്നുമില്ല. എങ്കിലും അത് വെളിച്ചങ്ങളുടെയൊക്കെ വെളിച്ചമാണ്. അതിനെ പിന്തുടർന്നാണ് അഗ്നിയും സൂര്യനും ചന്ദ്രനും ഒക്കെ പ്രകാശിക്കുന്നത്. അത് ആകാശം പോലെ സർവവ്യാപിയും ശാന്തവുമാണ്. ബോധസത്യത്തിൽ ആദ്യമായി ഉണ്ടെന്ന് തോന്നുന്ന ശൂന്യപ്രതിഭാസമാണ് ആകാശം. ആകാശമുണ്ടെന്നനുഭവിക്കുന്ന ബോധത്തിലാണ് ആകാശം സ്ഥിതി ചെയ്യുന്നത്. ആകാശമുണ്ടെന്നനുഭവിക്കുന്ന ബോധത്തിലാണ് ആകാശം സ്ഥിതി ചെയ്യുന്നത്. ആകാശം പോലും സർവവ്യാപിയും ശാന്തവുമാണെങ്കിൽ അതിനും കാരണമായി വർത്തിക്കുന്ന ബ്രഹ്മം സർവവ്യാപിയും ശാന്തവുമാണെന്ന് പറയേണ്ടതില്ല. ഒരു സത്യജിജ്ഞാസു ഇക്കാര്യങ്ങളെല്ലാം മനനം ചെയ്തുറപ്പിച്ച് ഉള്ളിൽ ആ സത്യത്തെ കണ്ടെത്തേണ്ടതാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.